Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 1 മൊഡ്യൂൾ 3ലെ ടോപ്പിക്കായ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആണ്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് അനാലിസിസ് ഓഫ് ബീംസ് ആൻഡ് ഫ്രെയിംസ് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനാലിസിസ് ഓഫ് ട്രസ്സസ് വിത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 ആൻഡ് 2. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 1ഉം 2ഉം വരുന്ന ട്രസ്സസിന്റെ അനാലിസിസ് പ്രൊസീജിയർ ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അനാലിസിസ് ഓഫ് ട്രസ്സസ് വിത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 വരുന്ന ട്രസ്സസിന്റെ അനാലിസിസ് പ്രൊസീജിയർ ആണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അനാലിസിസ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദി ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി. ബീംസിലും ഫ്രെയിംസിലും പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാം. ബീംസിലും ഫ്രെയിംസിലും എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറാസ് ഇൻ കേസ് ഓഫ് ട്രസ്സസ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ട്, ഇന്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ട്. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് if the number of support reaction is more than the number of equilibrium equation. സപ്പോർട്ട് റിയാക്ഷൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസിനേക്കാൾ കൂടുതൽ വരുന്നതിനെയാണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. ഇന്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് if the number of member forces is more than the equilibrium equations. ഇക്വിലിബ്രിയം ഇക്വേഷൻസിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് മെമ്പർ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത്. സോ ട്രസ്സസിന്റെ കേസിൽ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ട്, ഇന്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദി external and internal indeterminacy. External indeterminacy calculate ചെയ്യാനുള്ള formula I is equal to capital R minus small r, where capital R number of unknown reactions, small r number of equilibrium equations. Beamsilum framesilum kanda same formula. Then degree of internal indeterminacy I is equal to m plus r minus 2j, where m is the number of members, r is the equilibrium equation. In case of truss, for finding internal indeterminacy, R is taken as 3. So, internal indeterminacy calculate ചെയ്യാനായിട്ട് ട്രസ്സിന്റെ കേസിൽ R 3 ആയിട്ടാണ് എടുക്കുന്നത്. Then J number of joints. So, ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് degree of internal indeterminacy in case of trusses calculate ചെയ്യുന്നത്. Okay. Then next, for pin connected plane frame. നിങ്ങളുടെ റൈറ്റ് സൈഡ് തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. ഇതാണ് പിൻ കണക്റ്റഡ് പ്ലെയിൻ ഫ്രെയിം. ഒരൊറ്റ ജോയിന്റിൽ നിന്നും മെമ്പേഴ്സ് വരുന്ന ടൈപ്പ് ഓഫ് ട്രസ്സിനെയാണ് നമ്മൾ പിൻ കണക്റ്റഡ് പ്ലെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫ്രെയിം ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 0 ആണ്. ഡിഗ്രി ഓഫ് ഇന്റേണൽ ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല n-2, where n is the number of members. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നേക്കുന്ന ഫിഗറിൽ ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 0 ആണ്. Degree of internal indeterminacy n-2 ആണ്, where n is the number of members. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ number of members 3 ആണ്. 1, 2 and 3. 3 members ആണ്. So degree of internal indeterminacy 3-2, 1. Okay. അപ്പോൾ first step find the degree of internal indeterminacy and external indeterminacy. Then second step, fix the redundant force R. നമ്മൾ ബീംസിലും ഫ്രെയിംസിലും പറഞ്ഞതുപോലെ തന്നെ റിഡണ്ടന്റ് ഫോഴ്സ് ഫിക്സ് ചെയ്യാം. റിഡണ്ടന്റ് ഫോഴ്സ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ആണ് 1 എന്ന് കിട്ടുന്നതെങ്കിൽ എക്സ്റ്റേണൽ റിയാക്ഷനെ വേണം റിഡണ്ടന്റ് ആയിട്ട് എടുക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ആണ് 1 എന്ന് കിട്ടുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിയാക്ഷനെ വേണം റിഡണ്ടന്റ് ആയിട്ട് എടുക്കാൻ. ഇഫ് നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റേണൽ ഇൻഡിറ്റർമിനസി ആണ് 1 എന്ന് കിട്ടുന്നത്, ഇന്റേണൽ ഇൻഡിറ്റർമിനസി ആണ് 1 എന്ന് കിട്ടുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഫോഴ്സിനെ റിഡണ്ടന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോ റിഡണ്ടന്റ് ഫോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ആണ് 1 എങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിയാക്ഷൻ റിഡണ്ടന്റ് ആയിട്ട് എടുക്കാം. ഇന്റേണൽ ഇൻഡിറ്റർമിനസി ആണ് 1 എങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഫോഴ്സിനെ റിഡണ്ടന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, then next step, remove the redundant force and draw the statically determinate structure. ബീംസിലും ഫ്രെയിംസിലും പറഞ്ഞതുപോലെ തന്നെ റിഡണ്ടന്റ് ഫോഴ്സിനെ റിമൂവ് ചെയ്യുക. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ആണ് കിട്ടുന്നതെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻ ആയിരിക്കും റിഡണ്ടന്റ് ഫോഴ്സ്. സോ സപ്പോർട്ട് റിയാക്ഷനെ റിമൂവ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കുക. ഇന്റേണൽ ഇൻഡിറ്റർമിനസി ആ കിട്ടുന്നതെങ്കിൽ
മെമ്പർ ഫോഴ്സ് ആയിരിക്കും റിഡണ്ടന്റ് ഫോഴ്സ്. ആ മെമ്പർ ഫോഴ്സിനെ റിമൂവ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കുക. ഓക്കെ. The next step, determine the member force P due to external loads by using method of joints. അപ്പോ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരച്ചു. ഇനി ഈ സ്ട്രക്ചറിലെ എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ മെമ്പേഴ്സിലെയും ഫോഴ്സസ് P കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ട്രസ്സിലെ മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മെത്തേഡ് ഓഫ് ജോയിന്റ്സ് ആൻഡ് മെത്തേഡ് ഓഫ് സെക്ഷൻസ്. ഇവിടെ എല്ലാ മെമ്പേഴ്സിലെയും ഫോഴ്സസ് നമുക്ക് വേണം. സോ അഡോപ്റ്റ് മെത്തേഡ് ഓഫ് ജോയിന്റ്സ്. ഓക്കെ. അപ്പോൾ എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിലെ മെമ്പർ ഫോഴ്സ് P കാൽക്കുലേറ്റ് ചെയ്യുക ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ജോയിന്റ്സ്. Then next step, remove all external loads and apply unit load or pair of unit load at redundant position. Determine the member force K due to unit load by using method of joints. The next step എന്ന് പറയുന്നത് external loads എല്ലാം remove ചെയ്യുക. Redundant positionൽ ഒരു unit load അല്ല എങ്കിൽ pair of unit load. Unit load or pair of unit load പറയാൻ കാരണം നമുക്ക് external indeterminacy 1 എന്ന് കിട്ടുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിയാക്ഷൻ ആയിരിക്കും redundant. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ സപ്പോർട്ട് റിയാക്ഷനെ റിമൂവ് ചെയ്തായിരിക്കും സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ട്രസ് വരയ്ക്കുന്നത്. ദെൻ ആ റിഡണ്ടന്റ് പൊസിഷനിൽ നമ്മൾ യൂണിറ്റ് ലോഡ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സപ്പോർട്ട് റിയാക്ഷനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ആ പൊസിഷനിൽ യൂണിറ്റ് ലോഡ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇഫ് നമുക്ക് ഇന്റേണൽ ഇൻഡിറ്റർമിനസിയാ കിട്ടുന്നതെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത് മെമ്പർ ഫോഴ്സിനെ ആയിരിക്കും. അപ്പൊ മെമ്പർ ഫോഴ്സിനെ റിമൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഒരു പെയർ ഓഫ് യൂണിറ്റ് ലോഡ് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ടാണ് യൂണിറ്റ് ലോഡ് ഓർ പെയർ ഓഫ് യൂണിറ്റ് ലോഡ് എന്ന് പറയുന്നത്. സപ്പോർട്ട് റിയാക്ഷൻ ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് ലോഡ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മെമ്പർ ഫോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ആ മെമ്പർ ഫോഴ്സിന്റെ പൊസിഷനിൽ നമ്മൾ പെയർ ഓഫ് യൂണിറ്റ് ലോഡ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമ്മൾ ഈ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മെമ്പർ ഫോഴ്സ് K കാൽക്കുലേറ്റ് ചെയ്യും ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ജോയിന്റ്സ്. ക്ലിയർ ആയോ? അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്യും. റിഡണ്ടന്റ് പൊസിഷനിൽ ഒരു യൂണിറ്റ് ലോഡ് അല്ലെങ്കിൽ പെയർ ഓഫ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യും. ഈ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മെമ്പർ ഫോഴ്സ് K കാൽക്കുലേറ്റ് ചെയ്യും by using method of joints. Okay. The next step, draw a tabular column as shown below and find the redundant force R by using formula R is equal to minus sigma PKL by AE divided by sigma K square L by AE and actual member forces F is equal to P plus RK. Okay. അപ്പോൾ നമ്മൾ P ഫോഴ്സും Kയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടാബുലാർ കോളം വരയ്ക്കുക. അതിൽ മെമ്പർ ഉണ്ടായിരിക്കണം, ലെങ്ത് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രസ്സിലെ ഓരോ മെമ്പേഴ്സിനെയും ഫസ്റ്റ് കോളത്തിൽ എഴുതുക, സെക്കൻഡ് കോളത്തിൽ ഓരോ മെമ്പറിന്റെയും ലെങ്ത് എഴുതുക, ദെൻ തേർഡ് കോളത്തിൽ ഓരോ മെമ്പറിലെയും എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എഴുതുക, ഫോർത്ത് കോളത്തിൽ ഓരോ മെമ്പറിന്റെയും യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എഴുതുക. ദെൻ നെക്സ്റ്റ് കോളം PKL by AE, ആ കോളത്തിന്റെ സമ്മേഷൻ നമ്മൾ എടുക്കണം. അതുപോലെ അടുത്ത കോളം K square L by AE, ആ കോളത്തിന്റെയും സമ്മേഷൻ നമുക്ക് എടുക്കണം. ഓക്കെ. ഇഫ് AE തന്നിരിക്കുന്ന ട്രസ്സിന്റെ AE എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സമ്മേഷൻ ഓഫ് PKL എടുത്താൽ മതി. Then last column F, actual member force. ഓക്കെ. അപ്പോൾ നമ്മൾ P ഫോഴ്സും K ഫോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ റിഡണ്ടന്റ് ഫോഴ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് R is equal to ശ്രദ്ധിക്കുക minus of sigma PKL by AE divided by sigma K square L by AE. അപ്പോൾ റിഡണ്ടന്റ് ഫോഴ്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഓരോ മെമ്പേഴ്സിന്റെയും ആക്ച്വൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല F is equal to P plus RK. P എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ മെമ്പറിന്റെ എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്, R റിഡണ്ടന്റ് ഫോഴ്സ് ആൻഡ് K എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ മെമ്പറിന്റെ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ consistent deformation method യൂസ് ചെയ്ത് ട്രസ് വിത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. Then next നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അനാലിസിസ് ഓഫ് ട്രസ്സസ് വിത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2 വരുന്ന കേസിൽ ട്രസ്സസിന്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിറ്റർമിൻ ദി ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ട്, ഇന്റേണൽ ഇൻഡിറ്റർമിനസി ഉണ്ട്. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി IE is equal to R minus R. ഇന്റേണൽ ഇൻഡിറ്റർമിനസി II is equal to M plus R minus 2J. ഇവിടെയും തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ പിൻ കണക്റ്റഡ് പ്ലെയിൻ ഫ്രെയിം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ
external indeterminacy 0 ആയിരിക്കും. Internal indeterminacy n-2 എന്ന ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. Okay. Then second step, fix the redundant force. ഇപ്പൊ ഇവിടെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2 ആയതുകൊണ്ട് തന്നെ രണ്ട് റിഡണ്ടന്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും, R1, R2. ഇഫ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 1, ഇന്റേണൽ ഇൻഡിറ്റർമിനസി 1 എന്നാ കിട്ടുന്നെങ്കിൽ ടോട്ടൽ ഇൻഡിറ്റർമിനസി 2 ആയിരിക്കും. സോ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് റിയാക്ഷനെ റിഡണ്ടന്റ് ആയിട്ട് എടുക്കുക, ഏതെങ്കിലും ഒരു മെമ്പറിനെ റിഡണ്ടന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 0, ഇന്റേണൽ ഇൻഡിറ്റർമിനസി 2 എന്ന് വരുന്നതെങ്കിൽ രണ്ട് മെമ്പർ ഫോഴ്സ് ആണ് എക്സ്ട്രാ ഉള്ളത്. സോ ആ രണ്ട് മെമ്പർ ഫോഴ്സിനെ റിഡണ്ടന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 1, ഇന്റേണൽ ഇൻഡിറ്റർമിനസി 1 ആ വരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിയാക്ഷനെ റിഡണ്ടന്റ് ആയിട്ടും ഒരു മെമ്പർ ഫോഴ്സിനെ റിഡണ്ടന്റ് ആയിട്ടും എടുക്കുക. അതുപോലെ എക്സ്റ്റേണൽ 0, ഇന്റേണൽ ഇൻഡിറ്റർമിനസി 2 ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് മെമ്പർ ഫോഴ്സിനെ റിഡണ്ടന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. The next step, remove the redundant force and draw the statically determinate structure. നമ്മൾ redundant ആയിട്ട് എടുക്കുന്ന ഫോഴ്സിനെ റിമൂവ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കുക. The next step, determine the member force P due to external load by using method of joints. External loadന് corresponding ആയിട്ട് ഓരോ മെമ്പേഴ്സിനെയും ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക by using method of joints. Method of joints യൂസ് ചെയ്ത് ഓരോ മെമ്പേഴ്സിനെയും ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക. The next step, remove all external loads and apply unit load or pair of unit load at redundant position. Determine the member force K1, K2 due to unit load by using method of joints. എല്ലാ external loadsനെയും റിമൂവ് ചെയ്യുക, ഓരോ റിഡണ്ടന്റ് പൊസിഷനിലായിട്ട് യൂണിറ്റ് ലോഡ് അല്ല എങ്കിൽ പെയർ ഓഫ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാം. നമുക്ക് രണ്ട് റിഡണ്ടന്റ് പൊസിഷൻ ഉണ്ട്. ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് റിഡണ്ടന്റ് പൊസിഷനിൽ യൂണിറ്റ് ലോഡ് ഓർ പെയർ ഓഫ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാം. ആ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർ ഫോഴ്സ് K1 കാൽക്കുലേറ്റ് ചെയ്യാം. Then second redundant positionൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാം. ആ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള മെമ്പർ ഫോഴ്സ് K2 കാൽക്കുലേറ്റ് ചെയ്യാം. Okay. Then next step, draw tabular column and find the redundant forces by using consistent deformation equation. Next ഒരു tabular column വരയ്ക്കാം. tabular columnത്തിൽ വേണ്ടത് ഓരോ മെമ്പർ ഉണ്ടായിരിക്കണം, ഓരോ മെമ്പറിന്റെ ലെങ്ത്, എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സസ് P, ഫസ്റ്റ് റിഡണ്ടന്റ് പൊസിഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് മെമ്പർ ഫോഴ്സസ് K1, സെക്കൻഡ് റിഡണ്ടന്റ് പൊസിഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർ ഫോഴ്സ് K2, then PK1L, PK2L, K1 square L, K2 square L, K1 K2L and finally F. R1 and R2 കണ്ടുപിടിക്കാനായിട്ടുള്ള കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം. സിഗ്മ P K1 L by AE plus R1 into sigma K1 square L by AE plus R2 into sigma K1 K2 L by AE is equal to 0. അതുപോലെ sigma P K2 L by AE plus sigma R1 K1 K2 L by AE plus sigma R2 K2 square L by AE is equal to 0. ഈ രണ്ട് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ രണ്ട് ഇക്വേഷനിലെയും അൺനോൺസ് എന്ന് പറയുന്നത് R1 and R2 ആണ്. R1 and R2 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2 വരുന്ന കേസിൽ എക്സ്റ്റേണൽ റിഡണ്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ റിഡണ്ടന്റ് ഫോഴ്സ് R1 and R2 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then R1 and R2 കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ആക്ച്വൽ മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആക്ച്വൽ മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല F is equal to P plus K1 R1 plus K2 R2. ഈ ഫോർമുല യൂസ് ചെയ്ത് ആക്ച്വൽ മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അനാലിസിസ് ഓഫ് സ്ട്രെസ് വിത്ത് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 2 ആണെങ്കിൽ ഈ രണ്ട് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് R1 and R2 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓരോ പ്രോബ്ലത്തിലായിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, 3 wires AO, BO and CO support a load of 40 kilonewton as shown in figure. The cross-sectional areas of all members is the same. Determine the forces in all the wires. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു പിൻ കണക്റ്റഡ് പ്ലെയിൻ ഫ്രെയിം ആണ്. ഈ ഫ്രെയിമിന്റെ ഓരോ മെമ്പേഴ്സിലെയും ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ദി ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി. പ്ലെയിൻ കണക്റ്റഡ് ഫ്രെയിം ആണെങ്കിൽ ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 0 ആണ്. ഡിഗ്രി ഓഫ് ഇന്റേണൽ ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല I is equal to n-2. n is the number of members. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ 3 മെമ്പർ ആണുള്ളത്. സോ 3 - 2 1. ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി
1 എന്ന് കിട്ടും. Then next step എന്ന് പറയുന്നത് fix the redundant force. അപ്പോൾ എക്സ്ട്രാ ഒരു മെമ്പർ ഫോഴ്സ് ആണുള്ളത്. ഏതെങ്കിലും ഒരു മെമ്പർ ഫോഴ്സിനെ റിഡൻഡന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ഞാൻ OA റിഡൻഡന്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. Then next step എന്ന് പറയുന്നത് റിഡൻഡന്റ് ഫോഴ്സിനെ റിമൂവ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കുക. എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെമ്പേഴ്സിലെയും ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ജോയിൻസ്. സോ ഞാൻ രണ്ടാമത് ചെയ്തേക്കുന്നത് റിഡൻഡന്റ് ഫോഴ്സ് OA റിമൂവ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരച്ചു. ദെൻ മെത്തേഡ് ഓഫ് ജോയിൻസ് യൂസ് ചെയ്ത് unknown member force POC and POB കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ ചെയ്തത് റിഡൻഡന്റ് ഫോഴ്സിന്റെ പൊസിഷനിൽ ഒരു പെയർ ഓഫ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ശ്രദ്ധിക്കുക, ഇവിടെ റിഡൻഡന്റ് മെമ്പർ ഫോഴ്സ് ആണ് റിഡൻഡന്റ് ആയിട്ടുള്ളത്. സോ OAയുടെ പൊസിഷനിൽ ഞാനൊരു പെയർ ഓഫ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഈ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, KOC and KOB. ഓക്കെ, അപ്പോൾ ഞാൻ റിഡൻഡന്റ് ഫോഴ്സിന്റെ പൊസിഷനിൽ പെയർ ഓഫ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഈ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ടാബുലാർ കോളം വരയ്ക്കുക. ടാബുലാർ കോളത്തിൽ മെമ്പേഴ്സ് ഉണ്ടാവണം, ലെങ്ത് ഉണ്ടാവണം, ഓരോ മെമ്പറിന്റെയും ഫോഴ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്, ഫോഴ്സ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ്, ദെൻ PKL, K²L. ഇതിലെ PKLന്റെ സബ്മേഷനും എടുക്കണം, K²Lന്റെ സബ്മേഷൻ. ആ കോളത്തിന്, ഈ രണ്ട് കോളത്തിന്റെയും സബ്മേഷൻ വേണം. ദെൻ ഫൈനലി R കാൽക്കുലേറ്റ് ചെയ്യുക. റിഡൻഡന്റ് ഫോഴ്സ് R is equal to, അതായത് റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് OA ആണ്, OAയുടെ വാല്യൂ ആണ് R എന്ന് പറയുന്നത്, is equal to minus sigma PKL by K²L. AE കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്യാത്തത്. is equal to നമുക്ക് R 9.143 kilonewton എന്ന് കിട്ടും. R കിട്ടിക്കഴിഞ്ഞാൽ ഓരോ മെമ്പറിന്റെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക യൂസിംഗ് ഫോർമുല F is equal to P plus RK. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. The next similar problem ആണ്. Analyze the pin connected plane frame shown in figure. Cross sectional area of each member is 2000 mm square. Take E is equal to 200 kilonewton per mm square. അപ്പോൾ നിങ്ങൾക്ക് ഒരു പിൻ കണക്റ്റഡ് ഫ്രെയിം ആണ് തന്നിരിക്കുന്നത്. അനാലിസിസിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി 0 ആയിരിക്കും. ഇന്റേണൽ ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുക. I is equal to n-2. ഇവിടെ നമുക്ക് ഇന്റേണൽ ഇൻഡിറ്റർമിനസി 2 എന്ന് വരും, which means ഈ ഫിഗറിൽ രണ്ട് മെമ്പർ ഫോഴ്സ് ആണ് എക്സ്ട്രാ ഉള്ളത്. സോ രണ്ട് റിഡൻഡന്റ് ഫോഴ്സ് ഉണ്ട്. ഏതെങ്കിലും രണ്ട് മെമ്പേഴ്സിനെ റിഡൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ഞാൻ OA and OB ആണ് റിഡൻഡന്റ് ആയിട്ട് എടുത്തത്. എന്റെ OA ആണ് ഞാൻ R1 ഫസ്റ്റ് റിഡൻഡന്റ് ഫോഴ്സും, OB ആണ് R2 സെക്കൻഡ് റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വരയ്ക്കുക. റിഡൻഡന്റ് മെമ്പർ ഫോഴ്സിനെ റിമൂവ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ദെൻ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്ത് ഓർ മെത്തേഡ് ഓഫ് ജോയിൻസ് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർ ഫോഴ്സ് POD ആൻഡ് POC കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എക്സ്റ്റേണൽ ലോഡിനെ എല്ലാം നെഗ്ലക്ട് ചെയ്തു. ഫസ്റ്റ് റിഡൻഡന്റ് പൊസിഷൻ, ഫസ്റ്റ് റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് OA ആണ്. സോ ഫസ്റ്റ് റിഡൻഡന്റ് പൊസിഷനിൽ ഞാൻ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു, എ പെയർ ഓഫ് യൂണിറ്റ് ലോഡ്. ഈ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെമ്പേഴ്സിലെയും ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് K1 OD ആൻഡ് K1 OC. ഫസ്റ്റ് റിഡൻഡന്റ് പൊസിഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത് ആ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ചെയ്തത് സെക്കൻഡ് റിഡൻഡന്റ് ഫോഴ്സ്, അതായത് OB ആണ് നമ്മുടെ സെക്കൻഡ് റിഡൻഡന്റ് ഫോഴ്സ്. സെക്കൻഡ് റിഡൻഡന്റ് പൊസിഷനിൽ ഒരു പെയർ ഓഫ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഈ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർ ഫോഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, K2 OC ആൻഡ് K2 OD. ഓക്കെ, അപ്പൊ സെക്കൻഡ് റിഡൻഡന്റ് പൊസിഷനിൽ a pair of unit load അപ്ലൈ ചെയ്തു. ഈ യൂണിറ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മെമ്പർ ഫോഴ്സ് K2 OC ആൻഡ് K2 OD കാൽക്കുലേറ്റ് ചെയ്തു ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ജോയിൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ടാബുലാർ കോളം വരയ്ക്കുക. മെമ്പർ, ലെങ്ത്, P, K1, K2, PK1L, PK2L, K1²L, K2²L, K1, K2L, and finally F. Then next summation എടുക്കേണ്ടത് P1 K1L ന്റെ കോളത്തിലെ സമ്മേഷൻ വേണം, PK2L ന്റെ സമ്മേഷൻ വേണം, K1²L ന്റെ വേണം,
K2 square L ന്റെ വേണം, K1 K2 L ന്റെ summation വേണം. AE constant ആയതുകൊണ്ടാണ് നമ്മൾ ഈ K1 L by AE എടുക്കാത്തത്. Then consistent deformation equation ലോട്ട് പോവാ. Sigma P K1 L plus R1 sigma K1 square L plus R2 sigma K1 K2 L is equal to 0. Then sigma P K2 L plus R1 sigma K1 K2 L plus R2 sigma K2 square L is equal to 0. So ഈ രണ്ട് ഇക്വേഷനിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, ഫൈൻഡ് R1 and R2. R1 and R2 എന്ന് പറയുന്നത് OA യുടെ റിഡൻഡന്റ് ഫോഴ്സ് ആണ് R1, OB യുടെ റിഡൻഡന്റ് ഫോഴ്സ് ആണ് R2. Okay. Then finally ഓരോ മെമ്പേഴ്സിലെയും ആക്ച്വൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. F is equal to P plus R1 K1 plus R2 K2. Okay. അപ്പൊ ഇങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി 1 and 2 വരുന്ന ട്രസസിന്റെ അനാലിസിസ്. ഇനി ട്രസസ് ഇപ്പൊ പറഞ്ഞത് പ്ലെയിൻ കണക്റ്റഡ് പിൻ കണക്റ്റഡ് പ്ലെയിൻ ഫ്രെയിം ആയിരുന്നു. ട്രസസ് വന്നാലും സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.